ചോരുന്ന ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട്. ഇതൊരു വാക്ക് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മുഴുവൻ അഭിമാനവും പ്രതികാരവും ഒത്ത് പൊട്ടിത്തെറിക്കുന്ന ശബ്ദമാണ്. പശ്ചിമേഷ്യയുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ഈയൊരു മുന്നറിയിപ്പ് ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല. ഇതൊരു പ്രഖ്യാപനമാണ്. ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. തകർന്നാലും തല കുനിയാത്ത, സമ്മർദ്ദങ്ങൾക്കിടയിലും നിലപാട് മാറ്റാത്ത ഒരു രാജ്യം, അതാണ് ഇറാൻ. ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് ആ രാജ്യത്തിന്റെ അടുത്ത നീക്കമാണ്. എന്താണ് ആ നീക്കം? ഇറാന്റെ ദേശീയ സുരക്ഷാ തന്ത്രങ്ങളുടെ പ്രധാന ശില്പിയും മുൻ പാർലമെന്റ് സ്പീക്കറുമായിരുന്ന അലി രാജിയുടെ ഈ വധം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, ഇറാന്റെ വിദേശ നയങ്ങളും ആണവ ചർച്ചകളും രൂപപ്പെടുത്തുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊലപാതകം ഇറാൻ ഒരു വ്യക്തിപരമായിട്ടുള്ള നഷ്ടമായിട്ട് മാത്രം കാണുന്നില്ല. ഇത് അവരുടെ ദേശീയ സുരക്ഷയ്ക്കെതിരായി നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഫെബ്രുവരി അവസാനം മുതൽ ഇറാൻ നേരിട്ട ഏറ്റവും വലിയ ആഘാതമാണിത്. എന്നാൽ ചരിത്രം കാണിച്ചു തരുന്നത് ഇത്തരം ആക്രമണങ്ങളിൽ തളരുന്ന രാജ്യമല്ല ഇറാൻ എന്നതാണ്. 1979 ഇസ്ലാമിക് വിപ്ലവം മുതൽ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും രഹസ്യ ആക്രമണങ്ങളും വരെ നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടും ഇറാൻ നിലകൊണ്ടിട്ടുണ്ട്. ഈ ദീർഘകാല പ്രതിരോധ മനോഭാവമാണ് ഇന്നും രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ലാരിജാനിയുടെ നഷ്ടം പോലും ഈ ഒരു രാജ്യം ദുർബലമാക്കുന്നില്ല, മറിച്ച് കൂടുതൽ ഉറച്ച പ്രതികരണങ്ങളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ സുപ്രീം നേതാവായ മുജ്തബ ഖമേനി രംഗത്തെത്തുന്നത്. പിതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം അധികാരത്തിൽ എത്തിയെങ്കിലും മുജ്തബ ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകത്തെ തന്നെ കുലുക്കാൻ മതിയായിരുന്നു. ലാരിജാനിയുടെ ശവസംസ്കാര ചടങ്ങിനിടെ പുറത്തിറങ്ങിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ചോരുന്ന ഓരോ തുള്ളി രക്തത്തിനും ഒരു വിലയുണ്ട്. ഈ രക്തസാക്ഷികളുടെ കൊലയാളികൾ ഉടൻ തന്നെ വില നൽകേണ്ടി വരും. ഈ വാക്കുകൾ വികാരപരമായിട്ടുള്ള പ്രതികരണം മാത്രമല്ല, ഇത് ഇറാന്റെ ഒരു ദീർഘകാല നയത്തിന്റെ ഭാഗമാണ്. സ്വാഭിമാനവും പ്രതിരോധവും ഉറച്ച പ്രതികരണവുമാണ് ആ നയം. ഇറാനെ പലപ്പോഴും ഒരു സൈനിക ശക്തിയായിട്ട് മാത്രം കാണാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതിനേക്കാൾ സങ്കീർണമാണ്. പശ്ചിമേഷ്യയിലെ ശക്തമായിട്ടുള്ള ഒരു മിസൈൽ സംവിധാനങ്ങൾ, വിവിധ രാജ്യങ്ങളിലായിട്ട് വ്യാപിപ്പിച്ചിരിക്കുന്ന പ്രോക്സി നെറ്റ്വർക്കുകൾ, ദശകങ്ങളായിട്ട് സമ്മർദ്ദങ്ങൾ നേരിട്ട് വികസിപ്പിച്ചെടുത്ത ആഭ്യന്തര പ്രതിരോധ സംവിധാനം, ഇവയൊക്കെ ചേർന്നതാണ് ഇറാന്റെ യഥാർത്ഥ ശക്തി. ഒരു ദിവസം കൊണ്ടോ ഒരു നേതാവിന്റെ നേതൃത്വത്തിലോ മാത്രമല്ല ഈ ഒരു ശക്തി രൂപപ്പെട്ടത്. ഇത് ദീർഘകാല തന്ത്രപരമായിട്ടുള്ള വികസനത്തിന്റെ ഫലം കൂടിയാണ്. ഇതിനിടയിൽ ഇസ്രയേൽ എടുത്ത പുതിയ തീരുമാനം സംഘർഷത്തെ കൂടുതൽ ഗുരുതരമാക്കുകയാണ്. IDF-ന് ഏതെങ്കിലും ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനെ വേട്ടയാടാനും തടയാനും അധികാരം നൽകിയതായിട്ട് അവർ പ്രഖ്യാപിച്ചു. ഇത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന നീക്കമാണ്. ഇനി സൈനികർ മാത്രമല്ല, നേതാക്കളും നേരിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നായി മാറുകയാണ്. ഈ രീതിയിലുള്ള നീക്കങ്ങൾ യുദ്ധത്തെ കൂടുതൽ അനിശ്ചിതത്വവും അപകടകരവുമായിട്ടുള്ള ഘട്ടത്തിലേക്ക് നയിക്കുന്നു. അതേസമയം മുജ്തബ ഖമേനിയെ കുറിച്ചുള്ള അനിശ്ചിതത്വം ഈ ഒരു സംഘർഷത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഘടകമായിട്ട് തുടരുകയാണ്. അദ്ദേഹം സുരക്ഷിതനാണോ, പരിക്കേറ്റിരിക്കുകയാണോ, അല്ലെങ്കിൽ സുരക്ഷാ കാരണങ്ങളാൽ പൊതുജന ദൃഷ്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എങ്കിലും ഇറാൻ അതിനെ ആത്മവിശ്വാസത്തോടെ നിഷേധിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് അദ്ദേഹം സുരക്ഷിതനും ആരോഗ്യവാനായിരിക്കുകയാണ് എന്നുമാണ്. ദേശീയ സുരക്ഷയെ മുൻനിർത്തി നിയന്ത്രിതമായിട്ടുള്ള വിവരവിനിമയം മാത്രമാണ് നടക്കുന്നത്. പ്രതിസന്ധിയുടെ ഗുരുതര ഘട്ടങ്ങളിലും ഈ നേതൃ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ശക്തികളും ക്രമശീലവും ഇവിടെ വ്യക്തമായിട്ട് പ്രകടമാക്കുന്നു. പുറത്തേക്ക് ശബ്ദമോ വീഡിയോ പുറത്തുവിടാത്തത് ഒരു ദൗർബല്യമല്ല, മറിച്ച് കൃത്യമായ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലും ശക്തമാണ്. രാജ്യത്തിന്റെ സ്ഥിരതയും നേതൃ സംരക്ഷണവും ഉറപ്പാക്കുന്നതിൽ ഇറാൻ സ്വീകരിക്കുന്ന ജാഗ്രതയും കൃത്യതയും ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. ആകെ കൂടി നോക്കുമ്പോൾ വിവരയുദ്ധവും പ്രചാരണങ്ങളും നിറഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ പോലും ഇറാൻ തന്റെ ആഭ്യന്തര സംവിധാനങ്ങളിലേക്കുള്ള വിശ്വാസം, നിയന്ത്രണശേഷിയും തെളിയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ ഇത് കൂടുതൽ അപകടകരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാം. ഇറാൻ പ്രതികാരം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണ്. അമേരിക്ക തുറന്ന പിന്തുണ നൽകുകയാണ്.
ഈ മൂന്ന് ശക്തികളുടെ നേരിട്ടുള്ള ഇടപെടൽ ഒരു വലിയ പ്രാദേശിക യുദ്ധം മാത്രമല്ല, ആഗോള തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുള്ളതാണ്. അതേസമയം IRGC ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 63ാം ഘട്ടം വിജയകരമായിട്ട് പൂർത്തിയാക്കി. അത് കേവലം ഒരു സൈനിക നീക്കമായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ഇന്റലിജൻസ് മന്ത്രിക്കും രക്തസാക്ഷികൾക്കും നൽകിയ ഉജ്ജ്വലമായിട്ടുള്ള ആദരമായിരുന്നു. അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ മേഖലയിലെ അമേരിക്കൻ എണ്ണ സമുച്ചയങ്ങൾ അഗ്നിക്കിരയാക്കിക്കൊണ്ടാണ് ഇറാൻ തങ്ങളുടെ കരുത്ത് കാട്ടിയിരിക്കുന്നത്. ഈ മുഴുവൻ സംഭവ വികാസങ്ങളുടെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് ഒരു വാക്കാണ്: ചോരുന്ന ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട്. ഇതിനി ഒരു നേതാവിന്റെ വാക്കുകൾ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പ്രതിജ്ഞ കൂടിയാണ്. ഇനി ലോകം കാത്തിരിക്കുന്നത് ആ വില എന്തായിരിക്കും എന്നതാണ്. എന്തായാലും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം 21ാം ദിവസത്തിലേക്ക് കടന്നതോടെ മേഖലയിലെ ഊർജ്ജ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക സംഭരണിയായ ഇറാന്റെ സൗത്ത് പാർ ഗ്യാസ് ഫീൽഡിന് നേരെയുണ്ടായ ആക്രമണം ആഗോള ഊർജ്ജ വിലയെയും ബാധിച്ചിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ഗൾഫ് മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ മിസൈൽ വിക്ഷേപണങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ ഉന്നത നേതൃത്വം തങ്ങളുടെ സൈനിക ശേഷിയിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്.